ഞങ്ങളുടെ മലേഷ്യ ട്രിപ്പിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണിത്. കേരളയിൽ നിന്ന് ഞങ്ങൾ ജെൻറ്റിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ജെൻറ്റിങ് ഐലൻഡിൽ ആഘോഷിച്ചവരാണ് വരുന്നത്. ഇപ്പം സമയം വൈകിട്ട് 6:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല കോട ഇറങ്ങണുണ്ട് കേട്ടോ. ഊട്ടിക്കും കൊടൈക്കനാലിലൊക്കെ ഈ ടൈമിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു തണുപ്പ്, അത് ശരിക്കും ഇവിടെയുണ്ട്. ഞങ്ങൾ ഒരാഴ്ച മുൻപാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ റിസോർട്ടുകളെല്ലാം ബുക്ക്ഡ് ആയിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ അല്ലേ, അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് ഈ ഒരു റിസോർട്ടാണ്. അത് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലിക്ക് പിന്നീടാണ് അവർ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതേ. അപ്പോൾ പിന്നീടാണ് ബുക്ക് ചെയ്തത് അവർക്കുള്ളത്. അത് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടൊരു ബിൽഡിംഗ് ആയിരുന്നു. അത് കുറച്ച് പഴക്കം ചെന്ന ബിൽഡിംഗ്, അധികം സേഫ്റ്റി ഒന്നും തോന്നിയില്ല. അങ്ങനെ പിന്നെ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. കുറച്ച് ടൗൺ ഏരിയയിലായിട്ട് ഒരു ഹോട്ടലിലാണ് അന്ന് സ്റ്റേ ചെയ്തത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോവാണ്. ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ രാവിലെ ബ്രെഡും ഫ്രൂട്ട്സും ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവും. അപ്പോൾ അതിൽ നമുക്ക് പറ്റിയതൊക്കെ കഴിച്ച് ഞാൻ ഇറങ്ങി. ഇന്നലെ രാവിലെ തൊട്ടുള്ള യാത്രയില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും അങ്ങനെ. പിന്നെ ഇവിടെ വന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കാൻ പോയതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മൊബൈലിലും ഗോപ്രോയിലൊക്കെ ചാർജ് തീർന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും നല്ല ടയേർഡായ കാരണം പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയതും ഞാൻ കഴിക്കുന്നതും ഒന്നും എടുത്തില്ല. ഞങ്ങൾ ജെൻറ്റിങ് ഹൈലാൻഡ്സിലോട്ട് പോകാനുള്ള കേബിൾ കാർ കയറാൻ വന്നേക്കാണ്. അതിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്നത്. കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവാന സ്കൈവേ ആണ് ലക്ഷ്യം. ഈ അവാന സ്റ്റേഷനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. ഇടയിലൊരു ചിങ്വി സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനുണ്ട്. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ചൈനീസ് ടെമ്പിൾ. പിന്നെയുള്ളത് സ്കൈ അവന്യൂ സ്റ്റേഷൻ. അവിടെയാണ് നമ്മൾ ചെല്ലണത്, ജെൻറ്റിങ് സ്കൈ അവന്യൂ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലേക്ക്. രാവിലെ നല്ല തിരക്കുണ്ട്. നമ്മളിനി ടിക്കറ്റ് എടുത്തിട്ട് ക്യൂവിലേക്ക് പോവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു ടിക്കറ്റിന് 18 റിംഗറ്റ് ആയിരുന്നു കേട്ടോ. ഈ കേബിൾ കാറുകൾ വന്നും പോയോണ്ട് ഇങ്ങനെ ഇരിക്കും. അതിൽ നിന്ന് അവിടെ നിന്ന് വന്ന കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. നമുക്ക് അവിടെ എത്തുമ്പോൾ പിന്നെ വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ഒരു ഫോട്ടോഗ്രാഫറെ അവർ വെച്ചിട്ടുണ്ട്. അയാൾ ഫോട്ടോ എടുക്കും. എന്നിട്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ അത് ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാം. അതും ഒരു ബിസിനസ് ട്രിക്കാണല്ലേ. 2 സ്ഥലത്തും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്തെത്താറായി. അപ്പോഴും ക്യൂവിൽ നല്ല തിരക്കാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു രാവിലെയാണ് ഇത്ര തിരക്കുണ്ടാവുകയെന്ന്. പക്ഷെ അങ്ങനെയല്ല, തിരിച്ചു വരുന്ന സമയത്തും ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇതിലും കൂടുതൽ ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിയിരുന്നു, ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോൾ പക്ഷെ ഞാനത് എടുത്തു. അങ്ങനെ കേബിൾ കാറിൻ്റെ ഉള്ളിലിരുന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇനി കാണുന്നത്. 120 ദശലക്ഷം പഴക്കമുള്ള മഴക്കാടാണ് താഴെ. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. ജെൻറ്റിങ് ഹൈലാൻഡ്സ് അവിടെ ഏറ്റവും മുകളിലാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അവിടെ വേണമെങ്കിൽ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കയറാത്രേ നമുക്ക്. പിന്നെ അവിടെ എത്തിയപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ വേണമെങ്കിൽ ഇറങ്ങിയിട്ട് ആ പഗോഡയിലൊക്കെ പോവാമെന്ന്. പിന്നെ ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. മോള് പറഞ്ഞു അവിടെ ഇറങ്ങുകയാണെങ്കിൽ സൺസെറ്റിൻ്റെ ടൈമാണെങ്കിൽ ഇറങ്ങിയാൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല. അതെ, ഇതാണ് ആ സ്റ്റേഷൻ. 2008 ഞങ്ങൾ ഇവിടെയും വന്നിരുന്നു. അന്ന് ഞങ്ങൾ കാറിലായിരുന്നു മുകളിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇന്ന് ഇതിൽ കയറിയപ്പോൾ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു അനുഭവമായിരുന്നു. ചുറ്റും കോടയൊക്കെ നിറഞ്ഞിട്ടുള്ള മഴക്കാടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മലമ്പുഴ റോപ്പ് വേയിലും പിന്നെ സെൻതോസയിലത്തെ കേബിൾ കാറിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും അതിങ്ങനെ നേരെയല്ലേ. ഇതിങ്ങനെ മുകളിലേക്ക് കയറിപ്പോലും പിന്നെ മുകളിൽ നിന്ന് ഒരു താഴേക്ക് വരുമ്പോഴുള്ള ആ ഒരു ഇതും പിന്നെ താഴെ കാടും കോടമഞ്ഞും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇതിലെന്തൊക്കെയോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവാന സ്കൈവേനെ പറ്റിയിട്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ സംസാരിക്കണ കാരണം അത് മനസ്സിലാവണില്ല. ഇതാണ് വഴി. കയറി വരുന്നുണ്ട് വണ്ടികൾ. ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാനുള്ള വഴിയുണ്ട്. കാടൊക്കെ വെട്ടാൻ വേണ്ടി എന്തൊക്കെയാണെന്നറിയോ ഈ പറയണത് അവര്. 2.8 കിലോമീറ്ററാണ് ഈ സ്കൈവേ മൊത്തത്തിൽ. പിന്നെ ഇടയിൽ ആ ടെമ്പിൾ ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ പറയണത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ സ്കൈ അവന്യൂ സ്റ്റേഷനിൽ 10 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടാ. ഈ താഴെ കാണുന്നത് ഔട്ട്ഡോർ തീം പാർക്കാണ്.
നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നേരത്തെ എടുത്ത ഫോട്ടോ ഒക്കെ ഇല്ലേ, അതൊക്കെ ഫ്രെയിം ചെയ്ത് അവർ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് വേണ്ടവർ വാങ്ങാം. 100 റിങ്കറ്റാണ് അതിന്. അപ്പോൾ 2 തരത്തിലാണ് അത് ചെയ്ത് വെച്ചേക്കണത്. ഒരെണ്ണം ഈ സ്കൈവേയുടെ ആ കേബിൾ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കണ പോലെ, പിന്നെ വേറെ ഒരെണ്ണം ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ. എന്നോട് അയാൾ പറഞ്ഞതേ വീഡിയോ എടുക്കാൻ പാടില്ല അത്ര അവിടെ. അപ്പോൾ ഒരു സോറി പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പുറത്തേക്ക് കടന്നു. ഇങ്ങനെ 2 ഫ്രെയിമിൽ ഫോട്ടോ ആക്കിയിട്ട് തന്നു. നമ്മളിപ്പോൾ ജെൻറ്റിങ് സ്കൈ അവന്യൂ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലാണ്. നല്ല കളർഫുള്ളായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലെത്തുമ്പോഴുണ്ടല്ലോ നല്ല തിളങ്ങി നല്ല വർണ്ണ വിസ്മയം പോലെ ഇങ്ങനെ തോന്നും. ഈ ജെൻറ്റിങ് ഹൈലാൻഡ്സിൽ കാസിനോകളും മാളുകളും ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെയാണുള്ളത്. പിന്നെ 2 തീം പാർക്ക് ഉണ്ട്, ഇൻഡോർ തീം പാർക്കും ഔട്ട്ഡോർ തീം പാർക്കും. ഈ ഒരു ഏരിയയിലാണ് കാസിനോ ഉള്ളത്, ഇതിൻ്റെ ഉള്ളിലായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ എത്തിയപ്പോൾ പണ്ട് വന്നൊരു ചെറിയൊരു ഓർമ്മയൊക്കെ വന്നു. പിള്ളേരന്ന് ചെറുതായിരുന്നു, അപ്പോൾ അവർക്ക് കയറാൻ പറ്റിയ ചില ഗെയിമിൽ മാത്രമാണ് നമ്മൾ കയറിയിട്ടുള്ളത് അന്ന്. ഇത്തവണ വന്നപ്പോൾ പ്രേമിൻ്റെ കുട്ടികൾക്ക് ഗെയിം കളിക്കാനായിട്ട് കാർഡ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ഗെയിമൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലെന്തോ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് 2 കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാർ ഗെയിം കളിക്കാൻ കയറിയിരുന്നു. എനിക്ക് ഈ സംഭവങ്ങളൊന്നും തീരെ താല്പര്യമില്ല കേട്ടോ. ഈ ഗെയിം ഇങ്ങനത്തെ സംഭവങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇതിൽ കയറിയിരുന്ന് അത് കളിച്ചപ്പോൾ നന്നായി എൻജോയ് ചെയ്തു, നല്ല ഇഷ്ടപ്പെട്ടു. വെറുതെ അല്ലേ ഈ കുട്ടികളൊക്കെ ഈ ഗെയിമിനൊക്കെ അഡിക്റ്റ് ആവണത്. പിന്നെ ഒരു ഗെയിമിലും കൂടി ഞങ്ങൾ കയറ്റി, അത് എനിക്കിഷ്ടമായില്ല. അതിങ്ങനെ തല ചേർത്ത് ഇങ്ങനെ ഇടിക്കുകയായിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ജയിച്ചു. 2ാമത്തെ റൗണ്ടിൽ തോറ്റപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോകും. മോൾക്ക് എന്തോ ഒരു ഗിഫ്റ്റ് പോലെ കിട്ടിയിട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാസിനോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ദിൽച്ചാണ്ടും പ്രേമും കൂടി കാസിനോട് ഉള്ളിൽ പോയി അവിടെ എന്തൊക്കെയാണ് നടക്കണേന്ന് നോക്കാൻ. അപ്പോൾ നമുക്ക് ഫ്രീ ആണ് എൻട്രി, നമുക്ക് പോയി കാണാം. മൊബൈലൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ അവർ പോയി തിരിച്ചു വന്നപ്പോൾ പ്രേമ എന്നോട് നീതുവിനോടും പറഞ്ഞു, വായു ഇവിടം വരെ വന്നതല്ലേ, പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും നീതും കൂടി പ്രേമിൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കണ്ടു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ടേബിൾ ഇട്ടേക്കാം, അതിൻ്റെ ചുറ്റും ഇങ്ങനെ ആൾക്കാരിരുന്ന് ബെറ്റ് വെക്കണ്. എല്ലാവരെയും കണ്ടപ്പോൾ തോന്നിയത് ഒരു 50 വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. കൂടുതലും ചൈനീസ് പീപ്പിളാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറയാം, ഇങ്ങനെ വരുന്നവർ കൂടുതലും ബിസിനസ് ചെയ്യണവരായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, 10:30 ആയിട്ടുണ്ടാവുള്ളൂ ടൈം. ആരുടെ മുഖത്തും വലിയ സന്തോഷമൊന്നുമില്ല, പൈസ വെച്ചിട്ടുള്ള കളിയാണല്ലോ. പിന്നെ ഇവരൊക്കെ പണ്ടേ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ചിലർ കോടീശ്വരന്മാരാവും, ചിലർ പാപ്പരകളാവും. പക്ഷേ ഇത് പിന്നെയും ഇവർ ചെയ്യും തോന്നുന്നു. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാന്ന് തോന്നുന്നു. ഒരു 12 മണി ആവാറായപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഫുഡ് എന്ത് കഴിക്കും എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് നിൽക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ഇന്ത്യൻ ഒരാളാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അയാൾ പറഞ്ഞു, ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടി. ഇവിടെ നിന്ന് നല്ല ആംബിയൻസ് ആയിരുന്നു ആ റെസ്റ്റോറൻറ്റ്. ഞങ്ങളാന്ന് തോന്നുന്നുണ്ട് ഇന്ന് ലഞ്ച് കഴിക്കാൻ ആദ്യം ചെന്നത്. ഞങ്ങൾ തിരിച്ചു കയറിയപ്പോൾ അവിടെ നിന്നും ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതാണിത്. ഇങ്ങോട്ട് വരുമ്പോൾ എടുത്ത ഫോട്ടോ പ്രേമും, അങ്ങോട്ട് പോകുമ്പോൾ എടുത്തത് ഞങ്ങളും എടുത്തു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ താഴെ ഔട്ട്ഡോർ തീം പാർക്ക് കാണാട്ടാ. ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ഈ ഔട്ട്ഡോർ ഏരിയയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും എല്ലാത്തിലും ഇവർക്ക് കയറാൻ പറ്റില്ലല്ലോ, ഹൈറ്റ് നോക്കിയിട്ടേ കയറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഈ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല, ഇതിലൊന്നും കയറാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാനവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരിക്കുള്ളൂ. മക്കളും ചേട്ടനാണ് കയറുന്നത്. വലിയൊരു ഏരിയ ആണ് കേട്ടോ അത്.
ഇപ്പം നമ്മൾ ഈ പുറമേയുള്ള വ്യൂ കാണുമ്പോഴേ ഒരു റെയിൻബോ ബിൽഡിംഗ് കാണാം. അതാണ് ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുറികളുള്ള ഹോട്ടലാണത്രേ. അങ്ങനെ അത് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. ഇത് നട്ടുച്ച സമയമാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ 1:30 ടൈം. ആ സമയത്തെ കോടമഞ്ഞ് നോക്കിയേ, മഞ്ഞ് പുതച്ച് കിടക്കണ കാട്. ചേട്ടൻ പറയാട്ടാ കുറച്ച് മൃഗങ്ങളും കൂടി വേണ്ടതായിരുന്നു. ഈ കാട്ടിൽ മൃഗങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഈ കാടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വേറെ ഒരു ആക്ടിവിറ്റീസും ഒന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഇവർ കാടിനെ നാശാക്കണില്ല. രാവിലെ അങ്ങോട്ട് പോയപ്പോഴുള്ള വ്യൂവിനേറ്റവും രസം തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ. ഈ ഉച്ചയ്ക്കുള്ള വ്യൂ ആണ്. എന്തൊരു മഞ്ഞായിരുന്നു എന്നറിയോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങാണല്ലോ, അപ്പോൾ ഈ കേബിൾ കാറിൽ കൂടെ താഴോട്ട് വരുമ്പോഴുള്ള ആ ഒരു ഇത് അതൊക്കെ രസമായിരുന്നു കേട്ടോ. നീതുവിനോട് താഴേക്ക് നോക്കാൻ പറയുമ്പോൾ നോക്കണുണ്ടായിരുന്നില്ല, അതാ പറയണേ. ഇപ്പൊ മിഡിലത്തെ സ്റ്റേഷനിലെത്തി, ചിങ്വി സ്റ്റേഷൻ. അപ്പോൾ അവിടെയാണ് പഗോഡ ഉള്ളത്, ചൈനീസ് ടെമ്പിള്. നേരത്തെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇപ്പം നമുക്ക് കാണാം അതിൽ ചൈനീസ് ടെമ്പിള്. താഴോട്ട് പോകുമ്പോഴേ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കണ റോഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ജെൻഡിങ് ഹൈലാൻഡ്സ് 1965 പണി തീർന്നതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഹോട്ടലും കാസിനും ഒക്കെ ആയിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ കേബിൾ കാർ എന്ന് തൊട്ടാന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ആൾക്കാർ കുറവാന്ന് മുകളിലേക്ക്. ഫോട്ടോ എടുത്ത് നേരം കോപ്പി ചെയ്ത് വിടാം. ആൾക്കാർക്ക് ഒരു തിരക്ക് കുറവില്ല. ഇത് പിടിക്ക്, ഫ്രെയിം ഒന്ന് പിടിച്ചേ, ഫ്രെയിം പിടിക്ക്. തിരിച്ചു വരുമ്പോൾ എടുത്ത ഫോട്ടോ ഇവിടെ നിന്ന് കിട്ടി ഫ്രെയിം ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ അതും വാങ്ങിയിട്ട് തിരികെ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്യാൻഡി ഷോപ്പ് കണ്ടു, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ നിന്ന് വാങ്ങി. ഇന്ന് ജെൻഡിങ്ങിൽ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി പോണത് ബാത്തു കേവാണ് ഇന്ന് വൈകിട്ട്. അപ്പോൾ ബാത്തു കേവിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഇന്ന് സ്റ്റേ ചെയ്യണത്. അപ്പോൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോണേ. ജെൻഡിങ് ഹൈലാൻഡ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അവിടെ മുഴുവൻ ഏരിയ ഒന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ഇനി ഞങ്ങൾ പോണത് ബാത്തു കേവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ബാത്തു കേവാണ് കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.